ത്തിരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി, കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങി പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിനെ ചെയ്യുന്ന അന്വേഷിക്കേണ്ടിയിരിക്കും. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടന്ന് കാണുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. 17 ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉഴുത് മറിച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തി എടുത്ത് ഇന്ന് ഉസ്താദ് നല്ല വിളവുള്ള ഈ പറയുന്ന മാനവികത ഇവിടെ നട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മാനവികത ഈ മണ്ണിൽ വളരും. കാരണം ആ നിൽക്കുന്നത് മുസ്ലിം പള്ളിയാണ്, അതിനെ തൊട്ട് കാണുന്നത് ഹൈന്ദവ ക്ഷേത്രമാണ്, അതിൻ്റെ മുമ്പിൽ കാണുന്നത് ഒരു ചർച്ചാണ്. ഇത് ഈ മൂന്നിൻ്റെയും സംഗമമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈയിടെ എന്നെ പുറത്താക്കി ഇസ്ലാം മതത്തുനിന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു മതസംഘടന എന്നെ പുറത്താക്കി. ഞാൻ പണ്ടും അവരെ കൂടെ ഇല്ല, പിന്നെ ഇപ്പൊ പുറത്താക്കണ്ടേ അവരെ? ഞാൻ എന്നും ഒരു മുസ്ലിമാണ്. ഒരുപാട് അമ്മക്ക് തുല്യമായി അമ്മ മാത്രമേ ഈ ഭൂലോകത്തുള്ളൂ എന്നതിന് യാതൊരു സംശയവും വേണ്ട. അമ്മക്ക് തുല്യരായി ഒരാളെ കാണാൻ സാധിക്കില്ല. ജാതിയില്ല, മതമില്ല എന്ന് മാത്രമല്ല, ദേശങ്ങളില്ല, രാജ്യങ്ങളില്ല എന്ന് മാത്രമല്ല, ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരാധിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതമ്മ മാത്രമാണ്. ആ കാര്യത്തിൽ സംശയം വേണ്ട. അമ്മയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ആത്മീയതയിൽ അധിഷ്ഠിതമായി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മ പരിപാടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മഹൽ വ്യക്തിയുണ്ടെങ്കിൽ അത് അമ്മ മാത്രമാണ്. ആ കാര്യത്തിൽ സംശയവും വേണ്ട. ഇത് നമുക്കെല്ലാവർക്കും ഏത് കാലത്തേക്കും നമുക്കെല്ലാവർക്കും ആവേശവും അതുപോലെ തന്നെ നമുക്ക് ദർശനവും അമ്മയിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. അമ്മയെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കരുണാനിധി എന്നാരെയെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മ തന്നെയാണ്. ആ കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഞാൻ പറയട്ടെ. അമ്മയെ സംബന്ധിച്ചോടും അമ്മ നമുക്കെന്നും മാതൃകയായിരിക്കും. അമ്മക്ക് മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ സംശയം വേണ്ട. അമ്മ കാണിച്ച മാർഗം നമ്മുടെ മുമ്പിലുണ്ട്. ആ മാർഗമാണ് ഇന്ന് ലോകത്ത് ശാന്തിയും സമാധാനവും കൈവരിക്കാനുള്ള ഏക മാർഗം എന്നതിൽ സംശയവുമില്ല. അമ്മക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്.
ഞാൻ എന്നും ഒരു മുസ്ലിമാണ്. കരുണാനിധി എന്നാരെയെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മ തന്നെയാണ്. ഞാൻ എന്നും ഒരു മുസ്ലിമാണ്. കരുണാനിധി എന്നാരെയെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മ തന്നെയാണ്. ഞാൻ എന്നും ഒരു മുസ്ലിമാണ്. കരുണാനിധി എന്നാരെയെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മ തന്നെയാണ്. ഞാൻ എന്നും ഒരു മുസ്ലിമാണ്. അമ്മക്ക് മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല, അക്കാര്യത്തിൽ സംശയം വേണ്ട. ഞാൻ എന്നും ഒരു മുസ്ലിമാണ്. അമ്മക്ക് മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല, അക്കാര്യത്തിൽ സംശയം വേണ്ട. ഞാൻ എന്നും ഒരു മുസ്ലിമാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങി പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്, അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഏതായാലും ഞാൻ എന്നും ഒരു മുസ്ലിമാണ്.